ഹായ് ഓൾ, ഐ ആം പ്രതീഷ്. നമുക്കൊരു സാമ്പത്തിക ബാധ്യത വരുമ്പോൾ അത് നമ്മളെക്കാളും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ വണ്ടികൾക്കാവും. ഇപ്പം എൻ്റെ ഈ വണ്ടി ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബാറ്ററി ഡൗണായി പോയി. അപ്പോൾ ഞാനിത് ചാർജ് ചെയ്യാൻ കൊടുത്തു. എന്നിട്ട് വീണ്ടും ശരിയാക്കി ആൾ ഫിറ്റ് ചെയ്യാൻ വന്നു. പക്ഷേ വീണ്ടും ബാറ്ററി ഡൗണായി. അപ്പോൾ ആൾ പറഞ്ഞു പുതിയ ബാറ്ററി വാങ്ങേണ്ടി വരുമെന്ന്. അവിടെ നിന്ന് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നലെ ബാറ്ററി ഫിറ്റ് ചെയ്ത് ഇന്ന് തൊട്ട് ചെക്കനെ ഇറക്കാൻ നിൽക്കുക. ഒരുപാട് ആഗ്രഹിച്ച് ഇല്ലാത്തടത്തുനിന്ന് പൈസ ഉണ്ടാക്കി വാങ്ങിയ വണ്ടിയാണ്. പെട്ടെന്ന് ഒരാഴ്ചത്തോളം വണ്ടി വീടിൻ്റെ പുറകിൽ ഇങ്ങനെ മഴ കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അപ്പോഴാണ് ഞാൻ വീണ്ടും ബാറ്ററി ഇത്രയും പെട്ടെന്ന് സെറ്റാക്കാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇന്ന് തൊട്ട് വണ്ടി എടുത്തു. വണ്ടി ഇപ്പോൾ വീട്ടിൽ നിന്ന് എടുത്ത് ഇറങ്ങിയിട്ട് ഇപ്പോൾ അധികം ദൂരമായില്ല. അപ്പോഴേക്കും വേറൊരു പണി കിട്ടി. വണ്ടിയുടെ ചെയിൻ ലൂസായി, ആകെ അഴഞ്ഞ് ലൂസായി വീണു. ഞാനാണെങ്കിൽ വീടിൻ്റെ അവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ മാറിയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അധികം വണ്ടികളൊന്നും ഇല്ലാത്തൊരു കാട് ഏരിയ ആയിപ്പോയി. ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട്. അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഇറങ്ങാമെന്ന് പറഞ്ഞ ആൾ. എന്നിട്ട് ആളൊരു ഗ്യാപ്പിൽ വന്നു. കൂട്ടുകാരൻ വന്നു. ഇനി അവൻ്റെ കൂടെ വർക്ക്ഷോപ്പ് വരെ പോകണം. എനിക്ക് തന്നെ വേറെ വണ്ടിയുണ്ട്, ഇനി അത് പോയിട്ട് എടുക്കണം. ചെക്കൻ ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണത്, വീണ്ടും ഒന്ന് ഹെൽപ്പ് ചെയ്യണത്. ഇതിലിപ്പോൾ രണ്ടാമത്തെ വട്ടമായി. ഇവൻ ശരിക്കും ഒരു സൂപ്പർ ഹീറോൻ്റെ പോലെ. ഇപ്പം എനിക്ക് ഒരു വട്ടം വണ്ടി ബാറ്ററി ഡൗൺ ആയിട്ട് ചെക്കൻ വന്ന് രക്ഷിച്ചു. ഇപ്പോൾ ഇത് വീണ്ടും വണ്ടിയുടെ ചങ്ങല പോയിപ്പോൾ വീണ്ടും വന്നു. ഓൺ ദ സ്പോട്ടിൽ വിളിച്ച ടൈമിൽ തന്നെ അവൻ എത്തിയൊക്കെ തന്നെ രക്ഷപ്പെട്ട് ഇവിടെ എത്തി. അല്ലെങ്കിൽ ഞാനിപ്പോൾ മുക്കിൽ കിടന്നാനാ. ഇനിയിപ്പോൾ എൻ്റെ വണ്ടി എടുത്തിട്ട് പോകണം ഇനി വർക്ക്ഷോപ്പുകാരനെ വിളിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഇവിടെ വെച്ച് വർക്ക്ഷോപ്പുകാരൻ്റെ അടുത്തേക്ക് പോകണം. ഇനി അത് കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാൻ. അങ്ങനെ ഫൈനലി ഇപ്പോൾ നമ്മൾ ജോലി സ്ഥലത്തെത്തി. പണി കഴിഞ്ഞ് പണ്ടൊക്കെ ഈ പരമശിവത്തിന്റെ ലോറികൾ ചേറിപ്പാഞ്ഞു വരുമ്പോ ഈ ചെക്ക് പോസ്റ്റ് പടപടാന്ന് തോന്നാറുണ്ട്.